അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി. അത് ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു ഫോട്ടോ കണ്ടു. വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ ഷബീർ രമേശ് ചെന്നിത്തലക്ക് എന്തോ ഒരു പേപ്പർ കൊടുക്കണതാണ്. അപ്പോൾ ഇയാൾ നമുക്ക് അറിയണോണ്ട് ആ പേപ്പറിൻ്റെ ഉള്ളിൽ കനപ്പെട്ട എന്തോന്ന് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ ശരിക്കും നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമൂഹം അറിയണം. രണ്ട്, അത്തരം ഒരു മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്തുന്നതിൽ പീസ് റേഡിയോക്ക് വലിയൊരു റോളുണ്ട്. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന റോൾ നമ്മൾ എടുക്കണം എന്നുള്ള നിലക്കാണ് ഡോക്ടർ ഷബീറിനോട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. ശ്രോതാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇയാൾ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്താണ്. ഏതായാലും ഡോക്ടർ ഷബീർ നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യാണ്. ഡോക്ടറെ, രമേശ് ചെന്നിത്തലക്ക് കൊടുത്ത പേപ്പറിൽ എന്താ ഉള്ളത്? അതാണ് ആശങ്ക. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പറയില്ല. അതിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായ വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു വെക്കണം. എന്നിട്ട് എനിക്ക് ആ സാധനം അറിയാം, എന്താണ് അതിലുള്ളത് എന്ന് അറിയണോണ്ട് അറിയാത്ത ആകാംക്ഷ ചോദിക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറെ ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാംക്രമിക രോഗങ്ങൾ, അതേപോലെ തന്നെ ഈ പൊടുന്നനെയുള്ള മരണങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ മെഡിക്കൽ മേഖല വളരെ റഷാണ്. ശരിക്ക് മെഡിക്കൽ രംഗത്തെ ചികിത്സാ പിഴവുകൾ ഇപ്പോൾ വളരെ കൂടുന്നുണ്ട്. ഈ ചികിത്സാ പിഴവിൻ്റെ കോർ സാധനത്തിലായിരിക്കും ഉണ്ടാകുക. അപ്പം ഇത്രയും രോഗങ്ങൾ വർദ്ധിക്കണോണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കണോണ്ടും ഇന്നിപ്പോൾ നമ്മുടെ മെഡിക്കൽ മേഖല ഇതൊക്കെ ഫേസ് ചെയ്യാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ്, അതിന് മാത്രം നമ്മൾ എക്യുപ്ഡ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കേരളത്തിലുള്ള ഒരു ആരോഗ്യ മേഖലയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കൊരു പബ്ലിക് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്വകാര്യ മേഖലയുണ്ട്. അപ്പം നമുക്ക് സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ റിസോഴ്സുകൾ ഫ്രീ അല്ല. അത് ആളുകളുടെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസിന്റെ സഹായത്തോടു കൂടിയാണ് ആളുകൾ ചികിത്സ തരുന്നത്. അതുകൂടെ തന്നെ അവിടുത്തെ റിസോഴ്സുകൾ ധാരാളം ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് അവിടെ ആളുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ അവിടെ കിട്ടും. ആളുകൾക്ക് തൃപ്തികരമായ രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിയും. പക്ഷെ ഇതിനകത്തൊരു സാമ്പത്തിക വശം ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന രോഗികൾ ധാരാളം അവരുടെ പോക്കറ്റ് കാലിയാവുന്നതിനെ പറ്റി വറീഡാവുകയും അതോടൊപ്പം തന്നെ ഇതിനകത്തൊരു ചൂഷണത്തിന്റെ മേഖല ഉണ്ടോ, അതായത് അനാവശ്യമായിട്ടുള്ള പരിശോധനകളും അനാവശ്യമായിട്ടുള്ള ചികിത്സകളും അവിടെ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വളരെയധികം സംശയാലുക്കളുമായിരിക്കും. ഇനി നമ്മുടെ പബ്ലിക് മേഖലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏതാണ്ട് 70% OP രോഗികളും 30% ഇൻപേഷ്യന്റ് രോഗികളും ചികിത്സ തേടുന്നത് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ്. ഇതിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പല സ്ഥാപനങ്ങളും 70-100 വർഷമൊക്കെ പഴക്കമായ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഇത്രയും പഴക്കമുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാലാനുസൃതമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് പലപ്പോഴും ഗവൺമെന്റിന് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമമായ തോതിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഭവ ദാരിദ്ര്യവും സാമ്പത്തിക പിരിമുറുക്കവും എല്ലാം കാരണം ഗവൺമെന്റിന് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം സാധിക്കുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് രോഗികളുടെ എണ്ണം ഭീമമായി വർദ്ധിക്കുകയും എന്നാൽ ഇതിന് കെയർ കൊടുക്കാനുള്ള ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാനവ വിഭവശേഷിയിൽ വലിയ രീതിയിലുള്ള കുറവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റിലുള്ള പോകുന്ന ആളുകൾക്ക് വേറൊരു തരത്തിലുള്ള ആശങ്കയും ഗവൺമെന്റിൽ വരുന്ന ആളുകൾക്ക് മറ്റൊരു തരത്തിലുള്ള ആശങ്കയും, അതോടൊപ്പം തന്നെ നമുക്കൊരു മീഡിയയുടെ ഒരു അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾക്ക് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതല്ലാതെയുള്ള ഒഫീഷ്യലായിട്ടുള്ള വിഷ്വൽ മീഡിയയിലാണെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ പാനിക് ആക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്കും അതുപോലെ തന്നെ ആളുകൾക്ക് ഇമോഷണൽ ആയിട്ട് ആളുകൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാർത്തകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം. അത്തരത്തില് നമുക്ക് ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾ എന്തായാലും വായിച്ചോ അല്ലെങ്കിൽ കണ്ടോ ഉറപ്പുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മളുടെ ഈ ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ. ഇപ്പം ഒരു അസ്വാഭാവികമായ ഒരു കാര്യമോ അല്ലെങ്കിൽ അനിഷ്ടകരമായ ഒരു കാര്യമോ ഒരു രോഗിക്ക് സംഭവിച്ചോ എന്ന് പറയുമ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി തന്നെ അതിനെ ചികിത്സാ പിഴവാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് തെളിവാണ്. അപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ
അതിന്റെ ഉത്തരവാദി ആയിട്ടുള്ളത് ആ ചികിത്സിച്ച ഡോക്ടറാണ് എന്ന ഒരു വൺ ലൈനിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പൊ അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു അസംതൃപ്തിയുണ്ട്. അതായത് നമ്മുടെ ചികിത്സാ മേഖലയിൽ ജനങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല. അതിന് അടിസ്ഥാനപരമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിലുള്ള വിഭവം ഈ ആരോഗ്യ മേഖലയിലേക്ക് നീക്കിവെക്കാൻ സാധിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടും നമ്മൾക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് നീഡ് എന്ന് പറയുന്നത് ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്ന് നമ്മൾ പറയുമെങ്കിലും അതിന്റെയും എക്കാളും അടിസ്ഥാനപരമായ ഒരു നീഡാണ് നമ്മളുടെ ജീവൻ നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ജീവൻ നിലനിർത്തുന്ന ഒരു മേഖലയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം നമ്മുടെ ഒരു സമൂഹത്തില് ഒരു സാമ്പത്തികമായ രീതിയിലുള്ള ചെലവഴിക്കൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയകരമായ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതിലൊരു മാറ്റം കൊണ്ടുവരികയും നമ്മൾ കൊടുക്കുന്ന ഓരോ ടാക്സ് പെയർ മണിയും ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി ഉയർന്നു വരേണ്ടത്. നിലവില് നമ്മുടെ ലോകത്ത് അങ്ങോളം ഉണ്ടാകുന്ന ചികിത്സാ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സർക്കാർ മേഖലയിലും ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഡോക്ടർ ഷബീർ, അങ്ങ് പറഞ്ഞ ചില പോയിന്റുകൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകണം. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ പേഷ്യൻസ് അനുഭവിക്കുന്ന സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ കപ്പാസിറ്റി അത് പര്യാപ്തമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഉപകരണങ്ങളും നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് അത് ആക്സസ് ചെയ്യാൻ കഴിയാത്ത വിധം അതിന് സാമ്പത്തിക ബാധ്യതകളുണ്ട്. പൊതു സ്ഥാപനങ്ങളിലാണെങ്കിൽ, സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിൽ അവിടെ എത്തുന്ന പേഷ്യൻസിൻ്റെ എണ്ണവും അവിടെ അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെൻസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള മനുഷ്യ വിഭവശേഷിയും അതും പര്യാപ്തമല്ല. പ്ലസ് മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ ചികിത്സാ പഴവ് ഞാനിവിടെ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇപ്പോൾ ഡോക്ടർ ഷബീർ വിസ്റ്റം യൂത്തിൻ്റെ ജില്ലാ ഭാരവാഹിയായിരുന്നു നേരത്തെ. ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ സ്നേഹസ്പർശം വകുപ്പിലുള്ള ഒരു അംഗമാണ്. ഇതേപോലെ നമുക്ക് കുറേ സുഹൃത്തുക്കളുള്ളതുകൊണ്ട് തീർച്ചയായും ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അത് ഡോക്ടർ ഷബീർ പറയണില്ലാതെ നമ്മളാണ് പറയേണ്ടതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇപ്പോൾ ഡോക്ടർ മാലിക് ഒരു ദിവസം അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരണം. തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒപ്താൽമോളജിസ്റ്റാണ്, കണ്ണ് രോഗ വിദഗ്ധനാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഏതോ ഒരു സ്പെസിഫിക്കായ സർജറി ചെയ്ത ഡോക്ടറാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റിന് അദ്ദേഹം പൈസ കൊടുത്ത് നിശ്ചയിച്ചാണ്. അദ്ദേഹത്തിന് ഇത്രയും പേഷ്യൻ്റ് മാനേജ്മെൻറ്റും സംഗതിയും നടക്കാതെ വരുന്നതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആക്കാൻ കഴിയാതെ വരുന്നതുകൊണ്ട് കിട്ടുന്ന സാലറിയിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരാളെ അദ്ദേഹം അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഭാരങ്ങളും സംഗതികളൊക്കെ വലിയൊരു പ്രശ്നമാണ്. അവിടെയാണ് ഇപ്പോൾ ഡോക്ടർ ഷബീർ മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയത്തിൻ്റെ ഒരു പ്രസക്തി. അദ്ദേഹം പറഞ്ഞ ആ വാചകത്തെ നമുക്കൊന്നുകൂടി കോട്ട് ചെയ്ത് പോകാം. നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ ഒരു ബാധ്യതയാണ്. അവിടെയാണ് ഹരിപ്പാടിലെ പുതിയ പദ്ധതി ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രദേശത്ത് നമ്മളിടക്ക് പറയാൻ വിട്ടുപോയത്, അദ്ദേഹം ഒരു നെഫ്രോളജിസ്റ്റാണ്. കിഡ്നി രോഗികളും അവരുടെ ലോകവും ശരിക്കും അറിയുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സാമ്പത്തികാവസ്ഥയും മാനസികാവസ്ഥയും ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സ്പേസിൽ നിൽക്കുന്ന രോഗികളുമായുള്ള നിരന്തര സമ്പർക്കങ്ങളായിരിക്കും സാമൂഹികമായി ഇത്തരം ഒരു ചിന്തയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ അനുഭവങ്ങൾ ചോദിക്കാം. സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം നമുക്ക് ഹരിപ്പാട് പദ്ധതി ഒന്നെടുക്കാം. അപ്പോൾ ഹരിപ്പാട് പദ്ധതിയുടെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് സൈഡ് എന്താണ്? നമ്മള് ഈ തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിലാണ് നമുക്ക് കേരളത്തിൽ പുതുതായിട്ട് 2 മെഡിക്കൽ കോളേജുകൾ കൂടി അനുവദിക്കുന്നുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ഹരിപ്പാടും എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആദ്യം ഞാൻ ഫേസ്ബുക്കിൽ അതൊരു കുറിപ്പായിട്ട് ഇടുകയും, അപ്പോൾ അത് വായിച്ചതിന് ശേഷം ഒരുപാട് പേര് ഇതൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് ആയിട്ട് എഴുതി മന്ത്രിക്ക് സബ്മിറ്റ് ചെയ്യണം, കാരണം ഇത് വളരെയധികം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ
ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചികിത്സ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളാണ്. ഇപ്പം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ആണെങ്കിലും ഒക്കെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള നാട്ടുകാരും അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസും എല്ലാം വിചാരിക്കുന്നത് ഒരു നാട്ടിൽ ഏറ്റവും മികച്ച ഒരു ചികിത്സ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ആവശ്യമായിട്ട് ഉണ്ടാവേണ്ടത് ഒരു മെഡിക്കൽ കോളേജ് ആണ് എന്നുള്ള ഒരു തത്വത്തിലേക്ക് അവർ എളുപ്പമുള്ള ഒരു സൊല്യൂഷനിലേക്ക് അവർ എത്തുക എന്നുള്ളതാണ് സാധാരണയായി സംഭവിക്കുന്നത്. പക്ഷെ നിലവിലുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് കാണുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടായി വരാൻ ഏകദേശം 75-80 വർഷങ്ങൾ എടുത്തു. അപ്പൊ അത്രയും വലിയ വളർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതേസമയം നമ്മൾ ഇന്ന് ഒരു മേഖലയില് ചികിത്സാ മേഖലയിൽ, അതായത് ടെർഷറി കെയർ നമ്മൾ പറയുന്നത്, നമ്മൾ റെഫർ ചെയ്ത് വിടുന്ന ഒരു പേഷ്യന്റിന് ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഈ പറഞ്ഞ പോലെ 75-80 വർഷം കഴിഞ്ഞിട്ട് ആ മേഖലയിൽ ആ മെഡിക്കൽ കോളേജ് വികസിച്ച് വന്നതിന് ശേഷം ആ ചികിത്സ കിട്ടിയാൽ പോരാ. നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന്റെ ഗുണം നമുക്കൊരു 3-4 വർഷത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. അപ്പോൾ അതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ, നമ്മളൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ അത് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്റെ പഠനം, അതായത് MBBS വിദ്യാർത്ഥികളുടെ പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ധാരാളം പണം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അവിടുത്തെ ലെക്ചർ ഹാളുകൾ, ലാബുകൾ, അതുപോലെ അവരുടെ ഹോസ്റ്റലുകൾ, ഇതെല്ലാം പണിയുന്നതിന് വേണ്ടി ധാരാളം പണം അവിടെ ചെലവഴിക്കേണ്ടി വരികയും അവിടെ മെഡിക്കൽ കൗൺസിലിന്റെ റെക്കഗ്നീഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അവർ നിർദ്ദേശിക്കുന്ന സ്റ്റിപ്പുലേഷൻസ് ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പണം അവിടെ, ജനങ്ങളുടെ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അൾട്ടിമേറ്റ്ലി നമുക്കൊരു ബേസിക് സ്പെഷ്യാലിറ്റികൾ മാത്രം ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ ഉയർന്നു വരിക. അതേസമയം നമ്മുടെ ജനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഏത് രാത്രിയിലും ഏത് എമർജൻസി വന്നാലും അവിടെ അത് മാനേജ് ചെയ്യപ്പെടാൻ സന്നദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആശുപത്രിയാണ് ജനങ്ങൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ ഈ ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് മിക്കവാറും ഒരു 30-40 വർഷങ്ങളെങ്കിലും മിനിമം എടുക്കും. കാരണം ഗവൺമെന്റ് അത്രയധികം പണം അതിന് സ്പെൻഡ് ചെയ്താലേ ആ നിലയിലേക്ക് ആ ആശുപത്രിയെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. തന്നെയല്ല ഇന്നത്തെ കാലത്ത് സ്ഥലപരിമിതി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ഉള്ള സ്ഥലത്തിനകത്ത് പേഷ്യന്റിന് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായി വരുന്നതിന് പകരം അതിനകത്ത് സ്റ്റുഡൻസിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ധാരാളം യൂട്ടിലൈസേഷൻ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് നമുക്ക് ടാക്സ് പെയർ മണി ലോസ് ആകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് നമ്മുടെ ഈ പ്രോജക്റ്റിനകത്ത് ഇത് അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം ഒഴിവാക്കിക്കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം മുതൽ ഉള്ള ട്രെയിനിങ് മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു. ഈ ആശയത്തിന്റെ ഒരു ക്രക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും സ്ഥാപിക്കുന്നത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലിനിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സ്പെഷ്യാലിറ്റികളിലെ പ്രൊഫസർമാര്, അതോടൊപ്പം തന്നെ ടീച്ചിങ് ആയിട്ടുള്ള ഫാക്കൽറ്റിക്ക് പുറമെ നിങ്ങൾക്ക് ഈ MBBS കഴിഞ്ഞ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അതായത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളായ MD, DM തുടങ്ങിയ കോഴ്സുകളായിരിക്കും ഇവിടെ പഠിപ്പിക്കാൻ. അപ്പൊ അതിന്റെ ഒരു മെച്ചം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ കോഴ്സുകൾ ഇവിടെ നടത്തുമ്പോൾ ഈ കുട്ടികൾക്ക് ട്രെയിനിങ്ങിനുള്ള ഒരു അവസരം കിട്ടുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ സേവനം നമുക്ക് ഈ രോഗികൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പം ഇതൊരു 24 മണിക്കൂറും നമുക്ക് ഹൈ എൻഡ് ചികിത്സ കിട്ടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറും. അതിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചണ്ഡീഗഡ്, അതുപോലെ SGPGA ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പേഷ്യന്റ് കെയറിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള, ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉന്നതമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായി വരുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിൽ വരുന്നത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ്ങിന് യോഗ്യരായിട്ടുള്ള അധ്യാപകരായിരിക്കും അവിടെ ഫാക്കൽറ്റി ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻ, അതോടൊപ്പം തന്നെ നമുക്ക് പുതുതായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആധുനികമായ രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഗവൺമെന്റ് സംവിധാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഒരു ഉച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പേഷ്യന്റ് ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സീരിയസ് ആയിട്ടുള്ള രോഗികളെ പലപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയും മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം എന്നാൽ മെഡിക്കൽ കോളേജുകളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന് മതിയായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്.
അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, ഇന്റർവെൻഷൻ റേഡിയോളജി, ട്രോമ കെയർ, അതുപോലെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തുടക്കം മുതൽ തന്നെ ഇതിന്റെ ഒരു പേഷ്യന്റ് കെയർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് തുടക്കം മുതൽ തന്നെ നടപ്പാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡേ 1 മുതൽ തന്നെ, ഇത് ഓപ്പൺ ആവുന്ന ഡേ 1 മുതൽ തന്നെ നമുക്ക് പേഷ്യൻസിന് തൃപ്തികരമായ രീതിയിലുള്ള ഒരു ചികിത്സ നൽകാൻ സാധിക്കും. തന്നെയല്ല, ഈ ഒരു മോഡൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ ഇതിന് ധാരാളം ഫണ്ടുകൾ നമുക്ക് ഈ PG ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ധാരാളം ഫണ്ടുകൾ, റിസർച്ച് ഫണ്ടുകളൊക്കെ നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഈവൻ സ്വകാര്യ മേഖലയിൽ നിന്ന് തന്നെ ധാരാളം ഫണ്ടുകൾ നമുക്ക് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ വിഭവ ദാരിദ്ര്യം. ഈ വിഭവ ദാരിദ്ര്യത്തെ അഡ്രസ് ചെയ്യുവാനും ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മാതൃകയായി മോഡലായി പറഞ്ഞത് ജിപ്മറും അതുപോലെ തന്നെ PGI ചണ്ഡീഗഡും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ജിപ്മറിൽ ശരിക്കും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളുണ്ട്, പക്ഷേ PGIയിലും SGPGIയിലും ഒന്നും അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളില്ല. യെസ്. അപ്പോൾ അവിടെ ഒരു സാധാരണ ചികിത്സ രോഗികൾക്ക് ലഭിക്കുന്നു എന്നതിനപ്പുറത്ത് അവിടെ റിസർച്ചിന് കൂടുതൽ പ്രാധാന്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അപ്പോൾ ഈ അതെ അതെ കേരളത്തിൽ അങ്ങനെ ഒരു റിസർച്ച് സാധ്യതയുള്ള അതിൻ്റെ ഒരു പിന്നെ മണ്ണാണോ? നമ്മളെ പ്രശ്നങ്ങളെ എത്രത്തോളം റിസർച്ച് ചെയ്യാറുണ്ട് എന്നുള്ളതിൽ നമുക്ക് കൺസേൺ ഉണ്ട്. അതെ. ഇപ്പോൾ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള വിഷയം മുതൽ മീൻസ് മാനസിക ആരോഗ്യം മുതൽ ശാരീരികാരോഗ്യം വരെ എടുത്താൽ, ഇപ്പോൾ 9ാം ക്ലാസ്സിലും KG ക്ലാസ്സിലുള്ള കുട്ടികൾ മുതൽക്ക് ആത്മഹത്യ ചെയ്യുന്നു. പൊടുന്നനെ ഒരു 35-ൻ്റെയും 45-ൻ്റെയും ഇടയിലുള്ള മനുഷ്യർ മരിച്ചു വീഴുന്നു. റീസൺ അറിയാത്ത മരണങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇതിലൊന്നും ഭയങ്കര റിസർച്ച് പബ്ലിഷിംഗ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സ്ഥാപനം വരുമ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന ഒരു തല ഉണ്ടല്ലോ. അത് എത്രത്തോളം നമുക്ക് ഇതിൽ എൻകാഷ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും നമ്മൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റം ആണ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പല സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനൊരു പ്രാമുഖ്യം കിട്ടാത്തത്. ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് വർക്കുകൾ നടക്കുന്ന സ്ഥാപനങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ ശ്രീത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. അവിടെ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം മുതൽ തന്നെ അതൊരു ഓട്ടോണോമസ് സ്ഥാപനമായിട്ടും അതിനകത്ത് റിസർച്ച് അതിനകത്ത് എംബഡഡ് ആയിട്ടുമുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പബ്ലിക്കേഷൻസ് വരുന്നത്. അതേസമയം ബാക്കി നമ്മൾ സർക്കാരിന്റെ കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ DMEയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്നൊന്നും അത്തരത്തിലുള്ള റിസർച്ച് പബ്ലിക്കേഷൻസ് വരുന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം അവിടെ റിസർച്ചിന് ഒരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ടും പേഷ്യന്റ് കെയർ, അതുപോലെ തന്നെ ടീച്ചിങ്, ഈ 2 കാര്യങ്ങളിലാണ് അവിടുത്തെ ശ്രദ്ധ വരുന്നത്. അതിനൊരു പ്രധാന ഘടകം അവിടെ ഈ പറഞ്ഞ പോലെ UG കോഴ്സുകൾ ഉള്ളത് കൊണ്ട് ഈ വർക്ക് ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ടൈം അത്തരത്തിലുള്ള UG കോഴ്സുകളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടും അതിന്റെ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരി സമയങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മെഡിക്കൽ കോളേജിലെ ഫാക്കൽറ്റികൾ തന്നെയാണ് പേഷ്യന്റ് ട്രീറ്റ്മെന്റിലും അതുപോലെ തന്നെ ക്ലാസ്സിലും സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നതും റിസർച്ചിനും എല്ലാം വേണ്ടിയിട്ട് ഒരേ ഫാക്കൽറ്റി തന്നെയാണുള്ളത്. അപ്പൊ അവർക്ക് റിസർച്ച് മേഖലയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം ഒരു പുതിയ സ്ഥാപനം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. ഈ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും നമ്മളൊരു സാധാരണ മെഡിക്കൽ കോളേജ് പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്താണോ വേണ്ടത് ആ ഔട്ട്കം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്ലാനിങ് നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ പ്രൊപ്പോസലിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു റിസർച്ച് ലെവലിലേക്ക് നമ്മൾ പോവുകയും നല്ല പബ്ലിക്കേഷൻസ് നമ്മളുടെ അടുത്ത് നിന്ന് എത്തുകയും നമ്മളുടെ പൊതുജനാരോഗ്യത്തിന് ഒരു വളരെ സഡനായിട്ടുള്ളൊരു ലോഞ്ച്, ഒരു പിന്നെ പരിഹാരത്തിൻ്റെ ഒരു രൂപം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നാടിനെക്കുറിച്ച് പൊതുവായിട്ട് ഇതൊരു ആരോഗ്യ ഹബ്ബാണ്, വേൾഡിലൊരു നമ്പർ 1 ആരോഗ്യ ഹബ്ബാണ് എന്നുള്ള ഒരു വലിയ സാധ്യത തെളിയാൻ ഇടമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന സംഗതി, നമ്മൾ ഈ കള്ള് വിറ്റിട്ട് കഞ്ഞി കുടിക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ ഷബീർ ഈ പറഞ്ഞ വിഷയത്തോടുള്ള ഒരു കമന്റ് കൂടി ആഡ് ചെയ്താൽ നന്നായിരുന്നു. നമ്മൾ മെഡിക്കൽ ടൂറിസത്തിന് ഒരുപാട് ഗുണവുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം വിദേശ നാണ്യം ഈ ഒരു മേഖലയിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പല പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ധാരാളം നമുക്ക്
മിഡിൽ ഈസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മാലദ്വീപ്സിൽ നിന്നൊക്കെയുള്ള ധാരാളം പേര് ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട്. കാരണം വേറൊരു രാജ്യത്തെ ചികിത്സാ ചെലവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചികിത്സാ ചെലവ് കുറവാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഡോക്ടർമാരുടെ സ്കില്ലിനെ പറ്റിയിട്ട് പൊതുവേ തന്നെ ഒരു മതിപ്പുണ്ട്. അത് നമ്മൾ വേറെ രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പൊ UK, US, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യൻ ഡോക്ടേഴ്സിനെ പറ്റിയിട്ട് പൊതുവെ നല്ല രീതിയിലുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പം അത് ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുള്ള പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ അത് ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ചികിത്സ കിട്ടുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ ഗ്ലോബലായിട്ടുള്ള ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ അതിനുണ്ടായ ഒരു സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വരികയും ആ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും ആക്സസ് ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ചികിത്സകൾ കൊടുക്കുമ്പോൾ അതിന് നമ്മളുടെ നാട്ടിൽ സാധാരണ ഉണ്ടായിരുന്ന ചികിത്സയുടെ ചെലവിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണത്. നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ചെറിയ ഇടത്തരം സ്ഥാപനങ്ങളെ ആരോഗ്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വളരെ ചെലവ് കൂടിയ ചികിത്സയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ അത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ആ ചികിത്സയ്ക്ക് ചെലവ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടിനകത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റാത്ത ഒരു ചികിത്സയാണ് ഈ ഇതായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് വൽക്കരണം ഇവിടെ വരികയും ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി ചികിത്സയുടെ ചെലവ് കുതിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡുകളിലേക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ഈ ഫീ ചെലവിനകത്തൊരു വർധനമാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ ഗ്ലോബൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഫീസും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേറൊരു ഫീസും എന്നുള്ള നിലയിൽ വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഹെൽത്ത് ടൂറിസം വരുന്നത് കൊണ്ട് ആക്ച്വലി നല്ല മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ചികിത്സാ ചെലവിൽ വലിയ രീതിയിലുള്ള വർധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ മാതൃകയാക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പല കൺവെൻഷണൽ ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളും അവരും ഈ പറഞ്ഞ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെയും ആ രീതിയിലേക്ക് അതിന്റെ ഫീ സ്ട്രക്ചറുകൾ മാറ്റുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലേക്ക് മാറ്റുകയും ചെയ്തതോടുകൂടി നമ്മുടെ ചികിത്സാ ചെലവിൽ ഭീമമായിട്ടുള്ള വർധന അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള നമുക്കൊരു യാഥാർത്ഥ്യം. അപ്പം ഒരേ സമയം ഇതിനകത്ത് നമുക്ക് അതിന്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും അതേസമയം ഇതിനകത്ത് നെഗറ്റീവ് വശങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ടതും ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു വശം നമ്മളെ ഗവൺമെന്റ് തലത്തിൽ കിട്ടുന്ന ചികിത്സകൾ നമുക്ക് തീർത്തും അപര്യാപ്തമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ ഇത് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് ടൂറിസത്തിന്റെ വരവോടുകൂടി ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒരു വശത്ത് പണമുള്ളവർക്ക് വളരെ മികച്ച ചികിത്സ കിട്ടുകയും പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർത്തും ഗുണനിലവാരം നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നമുക്ക് ഹോസ്പിറ്റലുകളിൽ ആളുകളെ നിലത്ത് കിടത്തി ചികിത്സിക്കുകയും ഒരു സ്ഥലത്ത് നിലത്ത് കിടത്തി ചികിത്സിക്കുകയും മറ്റൊരു വശത്ത് ആളുകൾക്ക് 5 സ്റ്റാർ ചികിത്സാ സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്ന ഒരു കടുത്ത ഒരു അസമത്വത്തിന്റെ ഒരു ചിത്രം നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം അവരാദ്യമായിട്ട് ചെയ്ത ഒരു നടപടിയെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു രോഗിക്ക് എങ്ങനെ ഒരു നിലത്ത് കിടത്താതെ ചികിത്സിക്കാമെന്നുള്ള ഒരു അന്വേഷണം, അവരെ നിലത്ത് കിടത്തി ചികിത്സിക്കാത്ത അവർക്ക് ബെഡ് സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമവും ഒക്കെ പുതിയ ആരോഗ്യ മന്ത്രിയുടെ കീഴിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമുക്ക് തുടക്കം എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള ഒരു നീക്കമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെ ഇത് മാത്രം പോരാ. കാരണം നമുക്കൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ പ്രശ്നങ്ങളുമായിട്ട് അഭിമുഖീകരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നപരിഹാരങ്ങൾക്ക് കൊണ്ട് തൃപ്തരാകുകയും അത് നമ്മൾ ഇരുടുകൊണ്ട് ഓട്ട അടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുകയും ആളുകളുടെ അസംതൃപ്തി ഇനിയും വർദ്ധിച്ചു വരികയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകണം. ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ ഒരു പദ്ധതി ഡോക്ടർ ഷബീറിൻ്റെ ഒരു എക്സ്പീരിയൻസ് സൈഡും അദ്ദേഹത്തിൻ്റെ റിസർച്ച് സൈഡും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്കാണ് ദ ഫാദർ ഓഫ് കേരള എന്ന് നമ്മൾ റീനെയിം ചെയ്യുന്ന ആദരണീയനായ രമേശ് ചെന്നിത്തലക്കാണ്
അത് കൊടുത്തിട്ടുള്ളത്. അപ്പം അത് കൊടുത്തപ്പോൾ മിനിസ്റ്ററുടെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് പിന്നീട് ഉയർന്നു വന്ന എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം. ഉം. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഒന്നിരിക്കണം, വിശദമായിട്ട് അതിനകത്ത് ചർച്ചകൾ നടത്തണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രോജക്റ്റ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഷാ അള്ളാ ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Sure. അദ്ദേഹം ഹരിപ്പാട് എത്തുന്നുണ്ട്. അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻഷാ അള്ളാ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാ. തീർച്ചയായും നമ്മൾ പിന്നെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ, അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംവിധാനങ്ങൾ, പാലിയേറ്റീവ് കെയർ മുതൽക്ക് അങ്ങോട്ടുള്ള സംവിധാനങ്ങൾ, നമ്മളെപ്പോലെയുള്ള യൂത്ത് ഓർഗനൈസേഷനുകൾ, മതസംഘടനകൾ, ഇവരൊക്കെ ഇത് ഒരു പ്രഷറായി ഉയർത്തുക എന്നുള്ളതാണ് ഇനി ശരിക്കും സംഭവിക്കേണ്ടത്. നമ്മൾ ഡോക്ടർ ഷബീറിനെ പീസ് റേഡിയോ ഇവിടെ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നതും അതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ചില ഹാഷ്ടാഗുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. അത് മൊത്തം ഒരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവരാൻ, ഇങ്ങനത്തെ ഒരു സംഭവം ആവശ്യമുണ്ട് എന്നുള്ള ഒരു പൊതുബോധത്തിലേക്ക്. കാരണം വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് റൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് ചില വലിയ ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നാണ് ഇൻഷാ അള്ളാ നമ്മൾ വിചാരിക്കുന്നത്. ഡോക്ടർ ഷബീറിനോട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് അദ്ദേഹത്തെ ഫ്രീ ആക്കാം. ഇനി നമുക്ക് 6 മിനിറ്റാണ് ടോട്ടൽ ബാലൻസ് ഉള്ളത്. നിങ്ങൾ ഒരു നെഫ്രോളജിസ്റ്റ് എന്നുള്ള നിലക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണ്ട ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ള ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റോ ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിയെയോ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്തെ, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ രംഗത്തെ സൂക്ഷ്മത വേണം എന്ന് ആളുകൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിന് പകരം പറഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ കരഞ്ഞു പോയിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളാണ് ഉള്ളത്. അതില് ഒരു പേഷ്യന്റിനെ ഞാൻ ഇന്ന് ഓർക്കുന്നത്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ DM ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു പേഷ്യന്റാണ്. അപ്പോൾ ഈ പേഷ്യന്റിന് ഡോണർ, അതായത് കിഡ്നി ഫെയിലായി. അത് കഴിഞ്ഞ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും അവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 150 കിലോമീറ്റർ ദൂരെ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്താൻ ഏതാണ്ട് 150 കിലോമീറ്റർ അവർക്ക് യാത്രയാണ്. അപ്പൊ അവർക്ക് അവിടെ നിന്ന് വന്നും പോയി ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഇപ്പോ അവർക്ക് ഡയാലിസിസ് തുടരാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് തുടരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവർക്ക് ഡോണർ ഇല്ല. ഒരു ലേഡിയാണ്. ആ ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹസ്ബൻഡിന് കുറച്ചുകൂടി മുതിർന്ന ആളായതുകൊണ്ടും അവരുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ടും അവർക്ക് ഡോണറെ കിട്ടാത്ത സാഹചര്യം ഉണ്ടായി. ഇപ്പോ അവർക്ക് എന്നിട്ട് ഏതാണ്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തൊരു 3 മാസം ആയപ്പോൾ തന്നെ അവര് മൃതസഞ്ജീവനി എന്ന് പറയുന്ന നമ്മളെ കേരള ഗവൺമെന്റിന്റെ മരണാനന്തര അവയവദാനത്തിന്റെ പദ്ധതിയിൽ അവർ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത്ഭുതകരമായിട്ട് അവർക്കൊരു അവർ രജിസ്റ്റർ ചെയ്തൊരു 4 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പറ്റിയൊരു പിന്നെ ദാതാവിന്, ഒരു മരണാനന്തര അവയവദാന ദാതാവിനെ കിട്ടുകയും ചെയ്തു. അപ്പം സാധാരണ രീതിയിൽ മരണാനന്തര അവയവദാനം നടക്കുമ്പോൾ ഒരു 5 പേരെ ഒരുമിച്ചാണ് നമ്മൾ ഈ ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നത്. ഈ 5 പേരെ ഒരുമിച്ച് ക്രോസ് മാച്ചിന് വേണ്ടി വിളിക്കുന്നു. അവര് 5ാമത്തെ ആളായിട്ട് അവർക്ക് മാത്രമേ അവർക്ക് ഇതായിട്ട് കിട്ടുന്നുള്ളൂ. അവർക്ക് മാത്രമേ അവര് വിയോജിക്കുന്നുള്ളൂ. അപ്പൊ ഇവര് രജിസ്റ്റർ ചെയ്തിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും ഈ ബാക്കി ഇവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളെ എല്ലാം മറികടന്നുകൊണ്ട് ഇവർക്ക് വൃക്ക കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് വൃക്ക കിട്ടിയപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ വളരെയധികം സന്തോഷിച്ചു. കാരണം വെറും 4 ദിവസം കൊണ്ട്, സാധാരണഗതിയിൽ ഒരു മരണാനന്തര അവയവദാനത്തിൽ ഒരു 2 or 3 അല്ലെ ചിലപ്പോൾ 5 വർഷങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് വൃക്ക കിട്ടുന്നത്. എന്നിട്ട് ഇവർക്ക് 4 ദിവസം കൊണ്ട് വൃക്ക കിട്ടി. പക്ഷെ ഒരു വൃക്ക ഇവർക്ക് മാറ്റിവെച്ചതിന് ശേഷം ഇവരുടെ ജനറൽ കണ്ടീഷൻ വളരെയധികം മോശമാവുകയും ഇവരുടെ ലിവറിനകത്തൊക്കെ ഈ എൻസൈംസുകളൊക്കെ എലിവേറ്റഡ് ആവുകയും ഇവരുടെ BP താന്നു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഞങ്ങൾ ഏതാണ്ട് 3 ദിവസം ഇവരെ സംരക്ഷിക്കാനായിട്ട് വെന്റിലേറ്ററിന്റെയും മറ്റു മരുന്നുകളുടെയും എല്ലാം സഹായത്തിൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അവര് മരണപ്പെട്ടു. അപ്പൊ ഞാനന്ന് ചിന്തിച്ചു, പടച്ചോനെ, ആ സ്ത്രീ വളരെയധികം
പ്രതീക്ഷയോടുകൂടി അവർക്ക് ഒരു വൃക്ക കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അവർ എത്രയധികം സന്തോഷിച്ചു. അവരാ വളരെ പ്രതീക്ഷയോടുകൂടി അവരാ വൃക്ക സ്വീകരിച്ചു. പക്ഷെ പഠിച്ചവൻ അവർക്ക് ആ 4 ദിവസം കൊണ്ട് അവർക്ക് വൃക്ക കിട്ടി. അതിനുശേഷം അവർക്ക് പഠിച്ചവൻ അത് വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് അതോടുകൂടി മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവര് ഞങ്ങളുടെ ഈ 4 ദിവസത്തെ കഠിന പ്രയത്നവും ഈ അതിനുശേഷം അവരുടെ പുറകെയുള്ള ഓട്ടോ എല്ലാം കൊണ്ട് നമ്മളാകെ മാനസികമായിട്ടും ശാരീരികമായും എല്ലാം തളർന്നൊരു സാഹചര്യത്തിൽ ഞാനാണ് ആ ബന്ധുക്കളോട് പോയിട്ട് ഈ രോഗി മരിച്ച വിവരം അവരോട് പറയുന്നത്. അപ്പോൾ ഇമോഷണലായിട്ട് നമ്മൾ ഒത്തിരി തകർന്നു പോവുകയും അവരുടെ അടുത്ത് നമ്മൾ ഇത് എങ്ങനെ പറയും എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അവരോട് ഇത് തുറന്ന് പറഞ്ഞ് എനിക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാനത് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയുകയാണ്. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, പേഷ്യന്റ് മനസ്സിലായി. അപ്പോ ഈ പേഷ്യൻസിന്റെ ബന്ധുക്കള് വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ രോഗിയെ സാധാരണ നമ്മൾ ഡോക്ടറാണല്ലോ രോഗിയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കേണ്ടത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്നെ ആശ്വസിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാഷാ അല്ലാഹ്. ഡോക്ടർ ഷബീർ നമ്മൾ കണ്ണു നിറച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഡോക്ടർ ഷബീറിനെ നമ്മൾ തൽക്കാലം അദ്ദേഹത്തോട് ഇവിടെ ചോദിക്കുന്നു. ഡോക്ടർ ഷബീർ, ബാറക്കല്ലാഹു ഫീക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.